നമുക്കിന്ന് നാരങ്ങാച്ചാറിടാം. ഈയിടെ നമ്മൾ പറിച്ചോണ്ട് വന്നില്ലേ, ആ നാരങ്ങ ഇന്ന് അച്ചാറിട്ടേക്കാം. ഇത് നമ്മൾ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ നാരങ്ങയുടെ ചുവന പോകാൻ വേണ്ടി നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതുണ്ടല്ലോ, അതിന് ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം. തണുത്തു കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ അരിഞ്ഞെടുക്കുക. ഞാൻ ഈ തൊണ്ട് കളയുന്നില്ല, ഈ സംഭവം കളയണം. ഇത് മൊത്തം കളയണം. കുരുവും പാടില്ല. ഈ കുരുവും ഈ സംഭവമൊക്കെ ഇട്ടാൽ ഭയങ്കര കയ്പുണ്ടാവും. നമുക്ക് ആദ്യം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി. നമ്മൾ നാരങ്ങ അരിയുമ്പോൾ തന്നെ ഉപ്പിട്ട് തിരുമ്മി വെക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളകെല്ലാം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. കാശ്മീരി രണ്ടും കൂടി മിക്സ് ചെയ്താണേ മുളക് പൊടി. അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിൻ്റെ പരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൂട്ട് പോകരുത് കേട്ടോ. ഇത് മതി. നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് കൂടുതൽ ചാറ് പോലെയൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് ഇപ്പം വെള്ളം വേണം ചേർക്കണം. പിന്നീട് ഇത് വെള്ളം ഒഴിക്കരുത്. ഞാനെന്തായാലും എനിക്കങ്ങനെ ലൂസായിട്ട് ഇരിക്കേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കുവാണെങ്കിൽ തിളപ്പിച്ച് വെള്ളം മാത്രം ഒഴിക്കാവുള്ളൂ. ഇനി നമ്മുടെ ഈ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഇതായിട്ടായിരിക്കുന്നത്. എനിക്ക് ഇത് നാരങ്ങ അരിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കാത്തത്. അതിനകത്തേക്ക് ഞാനൊരു കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി. കായ ഇച്ചിരി നന്നായിട്ട് ഇടണം കേട്ടോ. നല്ല അച്ചാറിനൊരു ടേസ്റ്റ് വേണം. കായം വേണം. കായമാണ് അച്ചാറിൻ്റെ മെയിൻ സാധനം. ചെറിയ സ്പൂൺ പഞ്ചസാരയുടെ ഇട്ട് കൊടുക്കണം. ഇത് ചെറിയ സ്പൂണാണ്, ഇത്ര മതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുളിയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് സെറ്റാകാനാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് സ്റ്റവിലൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നാരങ്ങ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. 4 ദിവസത്തോടെ ഉണ്ടല്ലോ ഓണത്തിന്. അന്നേരത്തേനും എടുക്കാൻ വേണ്ടിയാണ്. അന്നേരത്തേനും ഇതിനകത്ത് ഇത് സെറ്റായിട്ട് കുറച്ച് അത്യാവശ്യത്തിന് ഇതിൻ്റെ നാരങ്ങയുടെ നീരൊക്കെ ഇറങ്ങി അത്യാവശ്യം ഇതാകും. ഒരുപാട് ചാറായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നു കേട്ടോ. നമുക്ക് വേണം ഉപ്പുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർക്കണമല്ലോ. ഇച്ചിരി കൂടെ ഉപ്പ് വേണം. ഈ അച്ചാറിന് ഒരു ശകലം പോലും കഴിപ്പില്ല. നമ്മുടെ അച്ചാർ തണുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര നാൾ വേണേലും ഇരുന്നോളൂ. ഒരു നല്ല സൂപ്പർ അച്ചാറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭരണിയിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള ചെറിയ ഭരണികളിലാക്കുന്നതായിരിക്കും നല്ലത്. സ്പൂണ് നനഞ്ഞ വെള്ളം പറ്റിയ സ്പൂണൊന്നും ഇട്ട് എടുക്കരുത്. നാൾ വേണേലും ഇരുന്നോളൂ കേട്ടോ. ഇത് ഒത്തിരി ഫില്ല് ചെയ്ത് നമ്മൾ നിറയ്ക്കണ്ട. കാരണം ഇത് 2 ദിവസം അവിടെ കഴിയുമ്പോഴേക്കും ഇത് വികസിക്കും. 2 ദിവസം കൊണ്ടൊരു ഇച്ചിരി കൂടെ അങ്ങോട്ട് വികസിച്ച് വരും. ഇത് നല്ലെണ്ണ മുക്കിയ തിരശ്ശീലയാണ്. നല്ല വെളുത്ത ഒരു തുണി ഇതുപോലെ നല്ലെണ്ണ മുക്കിയിട്ടെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇത് സെറ്റ് ചെയ്തിങ്ങനെ വെക്കണം. ഈ അച്ചാർ പോയിട്ടുള്ള മറ്റേ സ്ഥലത്തെല്ലാം ഈ തുണി, നല്ലെണ്ണ മുക്കിയ തുണി ഇങ്ങനെ ഫില്ലായിട്ടിരിക്കണം. എന്നിട്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും ഈ അച്ചാർ ഇരുന്നോളൂ. ഇത് എടുക്കാൻ നേരത്ത് നമ്മൾ ഈ മുകളിൽ നിന്ന് ഈ തുണി മാറ്റി അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മഴ ആയതുകൊണ്ട് എൻ്റെ സ്വരപ്പൊടി അടഞ്ഞിരിക്കുക.